അമിന യഅ്മനു അംനൻ ഫഹുവ ആമിനുൻ എന്നതാണ് ആ വേർഡ്. ആമന യുമിനു ഈമാനൻ എന്നതാണ് ഈ വേർഡ്. ഇത് രണ്ടും രണ്ടാണ്. ഇതേപോലെ തന്നെയാണ് അസ്ലമയും. അസ്ലമ യുസ്ലിമു ഇസ്ലാമൻ ഫഹുവ മുസ്ലിമുൻ. വഉസ്ലിമ എന്നൊരു പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഗ്രാമർ ശൈലി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അസ്ലമ യുസ്ലിമു ഇസ്ലാമൻ എന്ന വേർഡിന്റെ ഇസ്മു ഫാഇലാണ്, അഥവാ കർത്താവാണ് മുസ്ലിം. എന്താ അതിന്റെ അർത്ഥം? അസ്ലമ എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം നൽകി, സമാധാനം നൽകി എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ സമാധാനം നൽകുന്നവൻ, മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്നവൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകുന്നവൻ. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ, മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകുന്നവരെ, അതല്ലെങ്കിൽ നൽകേണ്ടവരെ കേൾക്കുക, ഇനിയും കേൾക്കുക. എന്താ കേൾക്കേണ്ടത്? കുതിബ അലൈക്കും അസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളുടെ മുൻപുള്ള ജനവിഭാഗങ്ങൾക്ക് സിയാമ് നിയമമാക്കപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും സിയാമ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അതല്ലെങ്കിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. എത്രയാണത്? അയ്യാമൻ മഹ്ദൂദാത്ത്. അയ്യാമൻ മഹ്ദൂദാത്ത് ഇതിന്റെ വഴിയെ വരും. എന്തിനു വേണ്ടി? ലഅല്ലക്കും, നിങ്ങൾക്ക് വേണ്ടി എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് തുടങ്ങുന്നു പ്രശ്നങ്ങൾ. ദൈവത്തിന് വേണ്ടിയിട്ട് അല്ല, അല്ലാഹുവിന് വേണ്ടിയിട്ടല്ല. പക്ഷേ സമുദായം ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിന് വേണ്ടിയിട്ടാണ്. പടച്ചോനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാം. നരകത്തിൽ ചാടാൻ പോകുന്ന പടച്ചോനെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റി സ്വർഗത്തിലാക്കാൻ വേണ്ടി പണിപ്പെടുന്ന പെടാപാട് നാം കാണുന്നു. വെറുതെ പറയുന്നതല്ല, ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുന്ന മുസല്ലി ഫർദൽ ജുമുഅത്തി റകഅത്തൈനി മുതവജ്ജിഹൻ ലിൽ-ഖിബ്ലത്തി മഅൽ ഇമാമി ബില്ലാഹി തആല. ജുമുഅ എന്ന 2 റക്അത്ത് ഫർദ് നമസ്കാരം ഇവരൊക്കെ മുന്നിട്ടുകൊണ്ട് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു, എനിക്ക് വേണ്ടിയിട്ടല്ല. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർദ് റമദാനി ഹാദിഹി സനത്തി ബില്ലാഹി തആല. ഇക്കൊല്ലത്തെ റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ, പ്രധാന നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നോറ്റുവിട്ടാൻ നിയത്ത് ചെയ്തു. മുസല്ലി ഫർദൽ അസ്രി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ലിൽ-ഖിബ്ലത്തി മഅൽ ഇമാമി ബില്ലാഹി തആല. അസ്ർ എന്ന ഫർദ് നമസ്കാരം 4 റകഅത്ത് ഇമാമോട് കൂടി ഖിബ്ലക്ക് മുന്നിട്ട്. ബിലാൽ ബംഗാണ് ഉണ്ടാവുന്നത്. എവിടെ ഖിബ്ല? അതൊക്കെ പറയണ്ടവിടെ. ഞാൻ അല്ലാഹു തആലയ്ക്ക് വേണ്ടി, എല്ലാം അല്ലാഹു തആലയ്ക്ക് വേണ്ടി. പെണ്ണിട്ടുള്ളതോ അതാർക്കാ? അവനൊക്കെ പഠിച്ചോളൂ. മുതലുണ്ടാക്കുന്നതോ, വീട് വെക്കുന്നതോ, വാഹനം വാങ്ങുന്നതോ, കൃഷി സ്ഥലം വാങ്ങുന്നതോ, കൃഷി ചെയ്യുന്നതോ ആരെങ്കിലും നീയത്തോട്ടാണോ? പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇതാ എന്റെ കറ്റ ഇതാ നടാൻ പോകുന്നു, ഞാറ് നടാൻ പോകുന്നു, ലില്ലാഹി തആല അല്ലാഹു തആലയ്ക്ക് വേണ്ടി ആണോ? അല്ല. ഞാറ് പറിക്കുന്നു അല്ലാഹു തആലയ്ക്ക് വേണ്ടിയാണോ? കൊയ്യുന്നത് അല്ലാഹു തആലയ്ക്ക് വേണ്ടിയാണോ? മെതിക്കുന്നത് അല്ലാഹു തആലയ്ക്ക് വേണമെന്നോ? അതല്ലേ. നമ്മൾ കുറെ കോൺട്രാക്ടുകൾ കാട്ടിക്കൂട്ടുന്നു, പടച്ചവർക്ക് അങ്ങോട്ട് പാർസൽ ചെയ്യുന്നു. അതല്ലാതെ പടച്ചവൻ പറഞ്ഞത് മുഴുവനും ലഅല്ലക്കും ലഅല്ലക്കും ലഅല്ലക്കും, നിങ്ങളായി തീരാൻ. അറബി ഭാഷ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കരയാൻ തോന്നും. ലഅല്ല എന്ന് പറയുന്ന വാക്ക് തന്നെ വേണ്ടി, വേണ്ടിക്കും, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത്. എനിക്ക് വേണ്ട, നിങ്ങൾക്ക് വേണ്ടി. അപ്പോ യാ അയ്യുഹല്ലദീന ആമനൂ, മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം നൽകേണ്ടവരെ, സുരക്ഷിതത്വം നിങ്ങൾ നൽകണമെങ്കിൽ നിങ്ങൾക്ക് ആ ക്വാളിറ്റി ഉണ്ടാകണം. എന്താണ് ആ ക്വാളിറ്റി? സിയാമ് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. ആ സിയാമ് നിങ്ങൾ ചെയ്യണം. എന്താ സിയാമ്? ഇത് നിങ്ങൾക്ക് മാത്രമാണോ? അല്ല, ഭൂലോക സമുദായങ്ങൾക്ക് മുഴുവനും സിയാമുണ്ടായിരുന്നു. ഖമ, ഈ ഓരോ അക്ഷരവും ശ്രദ്ധിക്കണം. വെറുതെ വഴി വീണെടുക്കുന്ന പോലുള്ള അക്ഷരത്തിൽ ഖുർആനിലുണ്ടാവില്ല. ഒരു മാ വന്നാലും ഒരു കാ വന്നാലും അതിനൊക്കെ ഓരോ കാരണങ്ങളും അതേപോലെ തന്നെ ഓരോ പോയിന്റുകളും ഉണ്ട്. അതേപോലെ
ഇതേപോലെയായിരിക്കണം. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ഇതേപോലത്തെ ഒന്നുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും കമ്പനിയുടേതാൽ പോരാ, മറ്റേതെങ്കിലും ഫംഗ്ഷനുള്ളതായാലും കൂടെ ഇതേപോലത്തത് ആകണം. ഇതേപോലെ സിയാമ നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പൂർവീകർക്ക് ഈ സിയാമ നിയമമാക്കപ്പെട്ടതുപോലെ തന്നെ. എന്തിനു വേണ്ടിയാ നിങ്ങൾക്കിത് നിയമമാക്കപ്പെട്ടത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നവരാകാൻ വേണ്ടി. നിങ്ങൾ ജീവിതം ഇനി എങ്ങോട്ട് കിടക്കുകയാണല്ലോ. ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടുന്ന മേഖലകളുണ്ട്, നിങ്ങൾ വർദ്ധിക്കേണ്ടുന്ന, നിങ്ങൾ ചെന്നെത്തേണ്ടുന്ന മേഖലകളുണ്ട്. ഇവിടെയൊക്കെയും നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ, നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ, നിങ്ങൾ വഴിതെറ്റാതിരിക്കാൻ സിയാമ് കൂടിയേ തീരൂ. ഇനി ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസുംഹു. ശഹ്ർ ഘട്ടം, സന്ദർഭം. റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്ന. ബോധമുള്ള മുസ്ലിംമാർ പഴയ കാലത്ത് ഈ അർത്ഥം വെച്ചിരുന്നു, ബോധപൂർവം പിന്നീട് അത് മാറ്റി. ആരെങ്കിലുമൊക്കെ ഈ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന നിലയ്ക്ക് റമദാൻ എന്ന കരിച്ചു കളയുന്നത് എന്ന് മുൻപ് അർത്ഥം വെച്ചിരുന്നു. ഇപ്പൊ അത് ആ ഭാഗത്തെ ശ്രദ്ധിക്കാറില്ല. ദോഷങ്ങളെ കരിച്ചു കളയുന്നതാണ്. അപ്പൊ 11 ദോഷം പഠിച്ചോൻ, 11 മാസവും പഠിച്ചോൻ ദോഷം കഴിക്കാൻ പരിപാടിയില്ല, ഒറ്റ മാസം. അപ്പോ റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്ന അഥവാ തീക്ഷ്ണമായ ഒരു ഘട്ടം. എന്തിന്റെ പേരിൽ? സൂറത്ത് ആലി ഇംറാനിൽ പറഞ്ഞു, വകുന്തും, നിങ്ങളായിരുന്നു, അലാ ശഫാ വക്കത്ത്, ചുണ്ടത്ത്, തെല്ലത്ത്, എന്നിട്ട് ഹുഫ്റത്തിൻ, പാടുകൂടിയുടെ. നിങ്ങൾ ഗൾഫിലൊക്കെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എഴുതിയിട്ടുണ്ടാവും ഹുഫ്ര അമാമക ഹുഫ്ര. എന്താ അതിന്റെ അർത്ഥം? നിന്റെ മുന്നിൽ ഒരു കുഴിയുണ്ട്. സ്ഥിരം അവിടെ കാണുന്ന ബോർഡാണ്. അമാമക ഹുഫ്ര, നിന്റെ മുന്നിൽ തൊടുകുഴിയുണ്ട്, ശ്രദ്ധിച്ചു വേണം വാഹനം ഓടിക്കാൻ. ഇതേ ഹുഫ്ര തന്നെ. വകുന്തും, നിങ്ങളായിരുന്നു, അലാ ശഫാ, അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ, രണ്ട് ചുണ്ട്. അപ്പൊ ചുണ്ട്, വക്ക്, തെല്ല്, അറ്റം. വകുന്തും, നിങ്ങളായിരുന്നു, അലാ ശഫാ ഹുഫ്ര, ഒരു വലിയ പടുകുഴിയുടെ മുഖത്തായിരുന്നു. എന്നിട്ടോ ആ കുഴിയിൽ ചാടാതെ അവൻ നിങ്ങളെ രക്ഷിച്ചെടുത്തു. എന്തുകൊണ്ട്? ഖുർആൻ മുഖേന. അന്ധകാരം മൂലം പടുകുഴിയുടെ വക്കത്തെത്തിയ ഒരു സമൂഹത്തെ ഒരു വേദഗ്രന്ഥം മുഖേന രക്ഷിച്ചെടുത്ത പടച്ചവൻ. എന്നിട്ട് പറയാണ്, ഈ വേദ കയ്യിലങ്ങനെ പിടിച്ച് ഖുർആൻ മുറുകെ പിടിച്ച് വിടാതെ പിടിച്ചാൽ ശരിയാവോ? ഇല്ല. അത് തുറക്കാനാ പറയുന്നത്. തുറക്കലാണ് സിയാം. ശഹ്റു റമദാൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പടുകുഴിയുടെ വക്കിലെത്തി നിന്ന അജ്ഞത മൂലം അഹങ്കാരം മൂലം ഈ അവസ്ഥയിലെത്തിയ നിങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ, ഇത്തരം ഒരു ഘട്ടത്തിൽ അവൻ ഗ്രന്ഥം അവതരിപ്പിച്ചു. എങ്ങനെ? എന്തായിട്ട്? ശഹ്റു റമദാൻ, ഈ ഘട്ടം ധരിച്ചു കളയുന്ന തീക്ഷ്ണമായ ഒരു ഘട്ടത്തിൽ ഉൻസില ഫീഹി അൽ ഖുർആൻ, ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ഏതെങ്കിലും ഒരു സമൂഹത്തിനോ ഏതെങ്കിലും ഒരു സമുദായത്തിനല്ല, ഹുദൻ ലിന്നാസി, സർവ്വജനങ്ങൾക്കും ഗൈഡായിക്കൊണ്ട്, സന്മാർഗമായിക്കൊണ്ട്, വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ഈ സന്മാർഗത്തിന്റെ വ്യക്തതകളോടുകൂടിയും, വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനമായും,
സത്യമേത് അസത്യമേത്, വിശ്വാസമേത് അവിശ്വാസമേത്, കുഫ്റേത് ശിർക്കേത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഈ ഗ്രന്ഥം അവതരിച്ചു. ശരി, ഇനി എന്ത് വേണം? ഇനി പറയാണ്, ഫമൻ ഷഹിദ മിൻകും, നിങ്ങളിൽ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ അശ്ശഹ്റ, ഈ ഒരു ഘട്ടത്തിലൂടെ. സാക്ഷ്യാവെന്ന് പറയുമ്പോ മനസ്സിലാക്കും, അത്തരം ആ മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും സാക്ഷിയായാണ്. അപ്പൊ മാസം കാണലും സാക്ഷിയാകുന്നല്ല. അവിടെ ഒന്നുകൂടി മലയാളീകരിച്ച് പറഞ്ഞാൽ, ഫമൻ ഷഹിദ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ഘട്ടത്തെ തരണം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലാത്തവർ അവർക്ക് വേറെ പണി നോക്കാമെന്നർത്ഥം. ഈ ഒരു ഘട്ടത്തെ തരണം ചെയ്യേണ്ടതില്ലാത്ത ആളുകൾക്ക് അവരുടെ പണി നോക്കാം. അതല്ല, അജ്ഞത മൂലം, അന്ധകാരം മൂലം ഇത്തരം ഒരു തീക്ഷ്ണമായ ഒരു ഘട്ടത്തെ തരണം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ അവസ്ഥയെ അവൻ പ്രതികരിക്കട്ടെ. ഷിയാമിന് എന്താ മുസ്ലിമായി മുമ്പ് കൊടുത്താർത്ഥം? പരിച. ഷിയാമിന് മുമ്പ് കൊടുത്ത നല്ല അർത്ഥമാണ്. ഷിയാം എന്ന് പറഞ്ഞാൽ പരിച. പരിച എന്തിനാ പറ്റിയ ചോദ്യമാണ്. പരിച തടുക്കാനുള്ളതാണ്. വെട്ടുവരുമ്പോൾ തടുക്കേണ്ടുന്ന സാധനമാണ് പരിച. കളരിപ്പേറ്റം കണ്ടില്ലേ പരിച? അപ്പോൾ അജ്ഞതയെ തടുക്കുവാനുള്ള പരിച, അന്ധതയെ തടുക്കുവാനുള്ള പരിച, വിവരമില്ലായ്മയെ തടുക്കുവാനുള്ള പരിച. എന്ത് വിവരം? വിവരമാണ് പരിച. വിവരമില്ലായ്മയാണ് ഏതാണ് തടക്കേണ്ടത്. കൃത്യമായി പറയാൻ ഒരു അവ്യക്തതയില്ലാതെ സ്വീകരിക്കാം, തിരസ്കരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ കൃത്യമായി എന്താണ് ആ പറഞ്ഞത് വ്യക്തതയില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നരുത്. അങ്ങനെ വ്യക്തമായി പറയാം. സിയാം നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. യാതൊരു ഒഴികളിലും അതിലില്ല. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഖുർആൻ അവതീർണമായത്. എങ്ങനെ അവതീർണമായി? ഹുദൻ ലിന്നാസി, ലോക ജനങ്ങൾക്ക് സന്മാർഗമായി. മിനൽ ഹുദ, ഈ സന്മാർഗത്തിന്റെ വ്യക്തതകളോടുകൂടി, വൽ ഖുർആൻ, സത്യാസത്യ വിവേചനമായി. അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരം ഒരു ഘട്ടത്തെ ആരെങ്കിലും തരണം ചെയ്യേണ്ടി വരുന്നുണ്ടോ, അഥവാ ഈ ഒരു ഘട്ടം നിങ്ങളിൽ ആരുടെയെങ്കിലും അരികിലൂടെ കടന്നു പോകുന്നുണ്ടോ എങ്കിൽ അവൻ തടുക്കട്ടെ ആ ഘട്ടത്തെ. വലിയവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇനി ആരെങ്കിലും രോഗിയായാൽ, തലവേദനയെ കുറിച്ച് ചർച്ച ഖുർആനിലില്ല, പനിയെ കുറിച്ച് ചർച്ച ഖുർആനിലില്ല, മഞ്ഞപ്പിത്തം ഖുർആനിലില്ല. മഞ്ഞപ്പിത്തം പിടിച്ചാൽ ബുഖാരി നോക്കിയിട്ട് കാര്യമുണ്ടോ? ഖുർആൻ മറിച്ച് നോക്കിയിട്ട് സൂറത്ത് തോമ മറിച്ച് നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. മഞ്ഞപ്പിത്തത്തിന് എന്താണ് പ്രതിവിധി, അത് അന്വേഷിക്കണം. അത് ഓരോ കാലത്തും അക്കാലത്തിന് അനുയോജ്യമായ ചികിത്സാ രീതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മഞ്ഞപ്പിത്തം ചികിത്സിക്കാൻ വന്നതല്ല ഖുർആൻ. അപ്പൊ എന്താ പറയുന്നത്? ഒമങ്കാനും വലിയവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗിയായാൽ, എന്താ രോഗം? അവരുടെ മനസ്സിൽ ചില രോഗങ്ങളുണ്ട്. ശാരീരികമായ രോഗങ്ങളെക്കാൾ കടുത്തതാണ് മാനസിക രോഗം, മനസ്സിലുള്ള രോഗം. അപ്പോൾ ആ മനസ്സിലെ രോഗങ്ങൾക്കുള്ള ചികിത്സ തേടേണ്ടതിന് പകരം അവൻ വെറുതെ ഇരുന്നാൽ മറന്നാൻ രോഗം വർദ്ധിക്കും. സംശയമില്ല. ശാരീരികമായ അസുഖത്തിന്റെ പോലും അവസ്ഥ അതാണ്. ശരീരത്തിന് ഒരു അസുഖമുണ്ട്, ആവശ്യമായ ചികിത്സ തേടിയില്ലെങ്കിൽ നിശ്ചയം അസുഖം മൂർച്ഛിക്കും, വർദ്ധിക്കും. ഇതേപോലെ തന്നെ മനസ്സിന്റെ അസുഖം, ആ അസുഖത്തിനുള്ള മറുമരുന്ന് കണ്ടെത്തിയില്ലെങ്കിൽ സ്വാഭാവികമായും അസുഖം വർദ്ധിക്കും. തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ വേദനിപ്പിക്കുന്ന വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടായിരിക്കും. എപ്പോൾ?
ഈ അസുഖത്തിന് ചികിത്സ അവർ കണ്ടെത്താതിരുന്നാൽ, അപ്പോൾ ഈ നിലക്ക് നാം പോകുക. അവരുടെ മനസ്സിൽ രോഗമുണ്ട്, ആ രോഗത്തിന് ചികിത്സ കാണേണ്ടതിന് പകരം അവർ വെറുതെ ഇരുന്നു, അതുകൊണ്ട് അസുഖം വർദ്ധിച്ചു. പടച്ചോൻ അസുഖം ഉണ്ടാക്കുന്നില്ല. മനസ്സിലാവട്ടെ, അത് പടച്ചവൻ അസുഖം ഉണ്ടാക്കി പഠിച്ചു. അതല്ല, ഇങ്ങനെയുള്ള മറുമരുന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞു. മനസ്സിന്റെ മാരകമായ അസുഖങ്ങൾക്കുള്ള മറുമരുന്ന് എന്താണ്? ഇതാ ഖുർആനിനെ കുറിച്ച് പറഞ്ഞു. ഇത് അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ളതിന് ശമനമാണ്. എപ്പോഴാണ് ശമനം ഉണ്ടാവുക? ഖുർആനിന്റെ നൂറുകണക്കിന് കോപ്പികൾ അലമാരയിൽ സൂക്ഷിച്ചാലല്ല, അതിന്റെ പരിഭാഷകൾ സൂക്ഷിച്ചാലുമല്ല, മറിച്ചത് തുറന്നു നോക്കി അത് പഠിക്കുമ്പോൾ, അത് ചിന്തിക്കുമ്പോൾ, അത് ചർച്ച ചെയ്യുമ്പോൾ പരിഭാഷകർ കാണിച്ച വികൃതിയെല്ലാം ബോധ്യപ്പെടും. അപ്പോൾ അതിന്റെ യഥാർത്ഥ രൂപം തേടിപ്പിടിക്കും. അങ്ങനെ പരിശ്രമത്തിലൂടെ വേദഗ്രന്ഥത്തിലെത്താൻ കഴിയുമ്പോൾ അവന്റെ മനസ്സിന്റെ അസുഖം മാറും. അവരുടെ മനസ്സുകളിൽ രോഗത്തിന് ചികിത്സ കണ്ടെത്താത്തത് മൂലം മറന്നൻ രോഗം മൂർച്ഛിച്ചു. രോഗം മൂർച്ഛിച്ചാൽ വെറുതെ കണ്ട് വിടൂല പടച്ചോനും. രോഗത്തിന് മറുമരുന്ന് കാണാത്തതിന്റെ പേരിൽ, കണ്ടെത്താത്തതിന്റെ പേരിൽ വേദനാജനകമായ ശിക്ഷയുണ്ടായി. പുരോഗതി പറഞ്ഞത് ഇവിടെ എന്തെന്നറിയും? ഒരു മൗലവി പ്രസംഗിക്കുന്ന നിലകൾ ഫേസ്ബുക്കിൽ എല്ലാവരും പറയുന്നത് ഹദീസിനെ കുറിച്ച് രണ്ടാം പ്രമാണമാണ് എന്നാണ്. ആര് പറഞ്ഞു രണ്ടാം പ്രമാണമാണ്? ഒന്നാം പ്രമാണമാണ്. വീര്യം കൂടിയത് കുറിച്ചു പോകും. എന്താ ഇവന്മാരൊക്കെ ചെയ്തത്? കുറച്ച് ആളുകളെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുകയാണ്. ആര് പറഞ്ഞു രണ്ടാം പ്രമാണമാണെന്ന്? ഒന്നാം പ്രമാണമാണ്. അത് നമുക്കറിയാം. ഈ പോക്ക് ഖുർആൻ വലിച്ചെറിയുന്നിടത്തേക്കാണ്. ഖുർആൻ വലിച്ചെറിഞ്ഞാൽ പിന്നെ ആകെ വേണ്ടതുള്ളൂ. മറ്റൊരു മുസ്ലിം ഗൾഫിൽ നിന്ന് പ്രസംഗിക്കേണ്ട ഖുർആൻ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ഖുർആൻ കൂലിരുട്ടാണ്. 25 മിനിറ്റിലെ പ്രസംഗമുള്ളൂ. അതിന് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ഖുർആൻ കൂലിരുട്ടാണ്, കൂലിരുട്ടാണ്. ഇതിനെന്താണ് വിളിച്ചോ? ഹദീസാണ് വിളിച്ചോ. മിസ്റ്റർ അബൂജഹൽ പോലും പറഞ്ഞിട്ടില്ല. ഇത്രയും പ്രാകൃതമായ വിഷയം എന്തെങ്കിലും എവിടൊക്കെ എത്തുന്നത്? ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോ തൊഴിൽ തോന്നുന്നൊക്കെ പറയും. ഖുർആന്റെ എന്താണ് വിശദീകരണമാണ്. അതേപോലെ എന്തെല്ലാം ആ പറയുന്നതിന് അവർക്ക് കൊച്ചടച്ച് കഴിഞ്ഞ് ചോദിച്ചാൽ അതെന്താ മനസ്സിലാണ്. സത്യത്തിൽ പടച്ചതമ്പുരാൻ മനുഷ്യർക്ക് ജനത്തിൽ തന്നെ ഈ ഗ്രന്ഥത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഫമൻകാന മിൻകും ബലീഗൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗിയായാൽ, ഔ അലാ സഫർ, രോഗം എന്താണെന്ന് മനസ്സിലാക്കും. ഔ അലാ സഫർ, ഔ അലാ സഫറാണ്. ഇതാണ് ഭാഷ, ശൈലി, ഗ്രാമർ ഒക്കെ പരിഗണിക്കണമെന്നുള്ളതാണ്. ഔ ഫീ സഫർ അല്ല, യാത്രയിലല്ല, യാത്രയുടെ മേൽ. എങ്ങനെയാണത്? ഇവിടുന്ന് ഒരാള് ഗൾഫിലേക്ക് പോകുമ്പോൾ ഫീ സഫറാണ്, യാത്രയിലാണ്. അതേസമയം സഫർ എന്ന് പറയുന്നത് വൈജ്ഞാനികമായ ഒരു യാത്ര. നിങ്ങൾക്ക് കൃത്യമായ ഒരു വിവരം, ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണത്തിലാണ്. അന്വേഷണം നമ്മൾ മലയാളം തിരിച്ചാൽ സഫർ, അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷണത്തിലാകുമ്പോൾ നിങ്ങൾ രോഗമില്ല, രോഗമൊന്നും നിങ്ങൾക്കില്ല. ആദർശം കേട്ടാൽ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ്, രോഗികളല്ല. സഫർ, നിങ്ങൾ അന്വേഷകരാണ്, അന്വേഷിക്കാൻ ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഈ പരിചയ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. ഒരു ഉറച്ച തീരുമാനത്തിൽ എത്തണമെങ്കിൽ ഈ പരിചയ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം? രോഗമില്ലാത്ത അവസ്ഥയിലെത്തണം. അതല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയായ ഒരവസ്ഥയിലെത്തണം. രോഗത്തിലോ അതല്ലെങ്കിൽ അന്വേഷകരായിരിക്കുകയോ ആണെങ്കിൽ ഈ പരിചയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അത് വേണം. മറ്റു സമയങ്ങളിൽ, മറ്റു ദിവസങ്ങളിൽ, മറ്റു ഘട്ടങ്ങളിൽ നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുക. മറദൂദാത്ത് എന്ന് പറയുന്നത് സർവ സന്നാഹത്തോടു കൂടിയുള്ള ഒരുക്കമാണ്. ഒരുങ്ങണം അതിന്. വേറെ എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോൾ ആരും കേൾക്കലല്ല.
വേറെ എന്തെങ്കിലും ഒരു ജോലി ഏർപ്പെടുത്തുന്നതിനകത്ത് കേൾക്കലില്ല. അത് കേൾക്കൽ രണ്ടും നടക്കൂല, അത് നടക്കൂല, അത് നടക്കൂല. ഇതിനു വേണ്ടി ഒരുങ്ങണം നിങ്ങൾ. ഇത് തോന്നിപ്പോകും, ശരിയാവില്ല, ഞാൻ നേരത്തെ ടൈലറാണ്, ഞാൻ നേരത്തെ ഡ്രൈവറാണ്, അതുകൊണ്ട് എനിക്ക് പറ്റിയ പണിയെടുക്കാൻ എന്റെ കരുതണ്ട. നിങ്ങൾക്ക് മറ്റുള്ള ഏർപ്പാടുകൾ പഠിക്കാൻ, അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ മനസ്സ് കൊടുത്തത് കൊണ്ടാണ്. ഇതേപോലെ മനസ്സ് നിങ്ങൾ ഇതിലേക്ക് കൊടുക്കാൻ ചെയ്യാറുണ്ടോ? മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സാധനമൊന്നുമല്ല അത്. അപ്പൊ അതുകൊണ്ട് ഇത് വേണം, മനസ്സിങ്ങോട്ട് കൊടുക്കണം. നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഭംഗിയായി ചെയ്യുന്നില്ലേ? ഒരാളുടെയും വിമർശനം കേൾക്കേണ്ടതില്ലാത്ത രൂപത്തിൽ, കേട്ടിട്ടില്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം, ആ ഒരു കർമ്മം ഭംഗിയിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഊർജം അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുകൊണ്ടാണ്. ഇതേപോലെ അയ്യാമം നടത്തുക. നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാൻ എത്ര സമയമാണോ വേണ്ടത് അത്ര സമയം. പൂർണ്ണ ബുദ്ധിയുള്ള ചില ആളുകൾക്ക് പെട്ടെന്ന് സാധിച്ചേക്കാം, വേറെ ചില ആളുകൾക്ക് 1, 2 അല്ലെങ്കിൽ വർഷങ്ങൾ പിടിച്ചേക്കാം. ഏതാണോ അതിനു വേണ്ട സമയം അത്രയും സമയം നിങ്ങൾ തയ്യാറാകും. നിലവിലുള്ള അവസ്ഥ വെച്ച് നോക്കും. പട്ടിണി എന്ന് മുതൽ എത്ര സമയം? സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ പട്ടിണി, സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ തീറ്റ. ഇതാണ് നിലവിലുള്ള നോമ്പ്. ചെലവിന്റെ കൂട്ടോ, പട്ടിണി കിടക്കുന്ന മാസത്തിൽ ചെലവ് കുറേയല്ലേ വേണ്ടത്, അല്ലെ? 5000 രൂപ കൊണ്ട് ചെലവ് കഴിയുന്ന വീട്ടിൽ 15,000 മതിയാവില്ല പട്ടിണിയുള്ള മാസം. ഇത് ആരെ പറഞ്ഞാക്കാനായി പറയുന്നത്? തീറ്റ മത്സരമാണ്, അല്ലേ? സാധാ സമയങ്ങളിൽ 11 മാസം 3 നേരം 2 നേരം ഭക്ഷണം കഴിക്കുന്നവർ 5 നേരം ഭക്ഷണം കഴിക്കുന്നത്. എന്നിട്ടും പേരെന്താ? പഠിച്ചോർക്ക് വേണ്ടിയാണ് പട്ടിണി കിടക്കുന്ന. 5 നേരം തിന്നിട്ട് പട്ടിണി കിടക്കുക. അത്താഴം, നോമ്പുതുറ, അത്താഴം, മുത്താഴം, ഇത്താഴം, അങ്ങനെ ഒരു തിന്നോളൂ, ഭക്ഷണമോ കുടിച്ചോളൂ, ഏതുവരെ സൂര്യോദയം വരെ മൂക്കറ്റം തിന്നോളൂന്നാ അർത്ഥം വെച്ചിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ കൊണ്ട് എത്തിച്ചത് നിങ്ങൾക്ക് ദാഹത്തിന്റെ ശമനമായി, വിശപ്പടക്കാൻ വേണ്ടി, നിങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്ന രൂപത്തിൽ റഹ്മത്തൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ, ലോകർക്ക് മൊത്തത്തിൽ അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ നിയമത്തെ കീഴൊതുങ്ങുന്നവർക്ക് അത് സന്തോഷ വാർത്ത കൂടിയാണ്. അങ്ങനത്തെ ഗ്രന്ഥം അവലം യകുഫിഹിം, അവർക്ക് പോരെയോ, അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം, അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം അവർക്ക് മതിയായതല്ലയോ? ഇന്ന ഫീ ദാലിക ലറഹ്മത്തൻ, നിശ്ചയം അതിൽ അനുഗ്രഹമുണ്ട്, വബുശ്റാ, സന്തോഷമുണ്ട്, ലിൽ മുസ്ലിമീന, മാപ്പിളാർക്ക് അല്ല, മറിച്ച് ലിൽ മുസ്ലിമീന, ദൈവത്തെ കീഴൊതുങ്ങുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ അംഗീകരിക്കുന്ന ആരൊക്കെയുണ്ടോ അവന്റെ മതം ഏതായാലും, അവന്റെ ജാതി ഏതായാലും അവർക്കൊക്കെയും അവർക്ക് സന്തോഷമുണ്ട്. ഈ ഗ്രന്ഥത്തിലാണ് എന്തുള്ളത്? സന്മാർഗമുള്ളത്. ഈ ഗ്രന്ഥത്തിലാണ് സമാധാനമുള്ളത്. ഈ ഗ്രന്ഥമാണ് സമാധാനത്തിന് വേണ്ടി വർദ്ധിക്കാനും പ്രവർത്തിക്കാനും ആഹ്വാനം ചെയ്യുന്നത്. ജാതി ചിന്ത തൊട്ടു തീണ്ടാത്ത, മതചിന്ത തൊട്ടു തീണ്ടാത്ത, എന്താ കാര്യം? നിർബന്ധിച്ചുള്ള മതപരിവർത്തനം ആശാസ്യമല്ല, അത് ദൈവം അംഗീകരിക്കുന്നതല്ല. ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. ലോകത്ത് തന്നെ വകുപ്പുണ്ട്. ഇതേ നാവുകൊണ്ട് തന്നെ, ഈ നിർബന്ധിപ്പിച്ച് മതം മാറ്റുന്ന നാവുകൊണ്ട് തന്നെ അവർ പറയും, ദൂതന്മാർക്ക് നമസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു, ക്രിസ്ത്യാനികളെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂട്ടി. ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ചുകൂടുക? ഇത് രണ്ടും എങ്ങനെ യോജിക്കും? നുണയും കളവും തമ്മിൽ ഏറ്റുമുട്ടും, സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടും, സത്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്തരം ഒരു അടി നാം എല്ലാവരും പ്രതീക്ഷിക്കണം. ആത്മാർത്ഥതയോടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെയും ഒരു തലത്തിലില്ലെങ്കിൽ അടി വരും. അങ്ങനെ അടി വരും എന്ന നിലയ്ക്ക് നമുക്ക് പിന്മാറിക്കളയാൻ സാധ്യമല്ല. അങ്ങനെ പിന്മാറിയാൽ നമ്മെ കുറിച്ച് ആ പഠിച്ചവൻ പറഞ്ഞത് ജീവക്ഷമങ്ങളാണ്.
അമ്പാത്തെന്ന് പറയുന്ന അഹിയാനി ജീവനില്ലാത്ത ശവങ്ങളാണ്. ജീവനില്ലാത്ത പറഞ്ഞാൽ തന്നെ ശവം. ജീവനില്ലാത്ത ശവം എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് പറഞ്ഞാൽ നാൽക്കാലിയാണെന്ന് പറഞ്ഞു. ഉലായിക്കൽ അനാമി മൃഗ തുല്യരാണ്. കഴിഞ്ഞില്ല വലുവും അതല്ല, അതിനേക്കാൾ പോക്കാണെന്ന് പറഞ്ഞാൽ എന്താണ്? പോത്തിനേക്കാൾ പോക്കാണ്. പടച്ചോൻ പറയുക അന്നാം 4 കാര്യ സാധനത്തിന് അന്നാം എന്ന് പറയാം. വലുവും അതല്ല, അതിനേക്കാൾ പോക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ എടുക്കാറ്? അങ്ങനത്തെ ഒരു പോത്താവാൻ നമുക്ക് കഴിയോ? ഏറ്റവും ചുരുങ്ങിയതിൽ പ്രചാരണം നടത്തിയില്ലെങ്കിലും സ്വയം നമ്മൾ ഇത് അനക്കിക്കൂടി എങ്ങനെ മറച്ചു വെച്ചാലും ഏത് അവസ്ഥയിലും നമ്മുടെ വായിൽ നിന്നും പുറത്ത് ചാടിയിൽ ഒരാളെ കിട്ടുമ്പോൾ, 4 ആളെ കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെ വെച്ചാണോ ഈ ആദർശത്തിനോട് നമുക്ക് പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ യാദർശം ചെയ്യില്ല. അപ്പോൾ അതിന് പിന്നിൽ പലതരത്തിലുള്ള ചതിയും അതേപോലൊക്കെ നാം പ്രതീക്ഷിക്കണം. അതൊക്കെ സംഭവിക്കാം. ഒന്നും എനിക്ക് കേൾക്കാൻ പാടില്ല, ഒരു ബുദ്ധിമുട്ട് എനിക്ക് കേൾക്കാൻ പാടില്ല എന്ന നിലക്കാണെങ്കിൽ നിങ്ങൾക്ക് പോകാം വന്നിടത്തേക്ക്. ആ സ്ഥലം കാലിയായി കിടക്കുകയാണ്, അവിടെ പിന്നായിട്ടില്ല. ആ സ്ഥലം കാലി എവിടെ നിന്ന് വന്നോ അവിടെ. പക്ഷേ ഖുർആൻ അതല്ല. ഖുർആൻ നമ്മെ കൊണ്ടെത്തിക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയുമോ? എന്തൊരു സുന്ദരമായ ഒരു അവസ്ഥയിലേക്കാണ്. ജാതി ചിന്തയില്ല, മതചിന്തയില്ല, മതസ്പർദ്ധയില്ല, സുരക്ഷിതർ, സ്വാതന്ത്ര്യമുള്ളവർ. എന്തൊരു സുന്ദര ലോകമായിരിക്കും ഖുർആനിന്റെ ആദർശം കൊണ്ട്. എല്ലാവരും ഒരുപോലെ, ശത്രുവിനോട് പോലും ആ ശത്രുതയുടെ പേരിൽ അനീതി ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങൾ ആരെയും ഭയക്കാതെ തുറന്നിട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥ. നമ്മുടെ വീട്ടിൽ നാം ഇല്ലെങ്കിലും നമ്മുടെ ഭാര്യമാരെ, കുട്ടികളെ അവിടെ ഇട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥ നിലവിൽ വന്നാൽ സ്വർഗമാണ് ഈ രാജ്യം. പറഞ്ഞു ആ പരലോകത്തിലെ മറ്റേ വിചാരണയും ഒക്കെ നിങ്ങൾ അങ്ങോട്ടൊന്നും നീക്കിക്കണ്ട, ഇവിടെ തന്നെ തുടങ്ങും. ഒന്നാമത്തെ പരിഭാഷയിൽ എഴുതി വെച്ചു. ഞാൻ ആ ഭാഗം സ്പർശിക്കുന്നില്ല. അപ്പോൾ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ശഹ്റു റമദാൻ അല്ലെങ്കിൽ ഉൻസില ഫീഹിൽ ഖുർആൻ, വരണ്ടുണങ്ങിയ ജീവന്റെ സ്നേഹത്തിന്റെ കണിക പോലും അവശേഷിക്കാത്ത ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? പരസ്പരം കടിച്ചു കയറുന്ന ഒരവസ്ഥ, സ്നേഹം അവശേഷിക്കാത്ത, മാനുഷിക മൂല്യങ്ങൾ കാറ്റിൽ പറത്തിയ ക്രൂരത, അതിന്റെ സകല അതിൽ പരസ്പരം ഛേദിച്ചുകൊണ്ട് നിർത്തമാകില്ല ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ അവർക്ക് മക്കളെ നിങ്ങളിതൊന്ന് വായിക്കുക, നിങ്ങളുടെ ഭാഷയിലുള്ള ഒരു ഗ്രന്ഥമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പരിചിതമായ ഭാഷയിൽ ഒരു ഗ്രന്ഥം കൊടുക്കുന്നത്. എന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, ആദ്യം തരുന്നത് നിങ്ങൾക്കായതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഷയിൽ ഇറക്കിയത്. പക്ഷെ ഇത് ഹുദൽ ആലമീൻ, നിങ്ങളടക്കമുള്ള ലോകർക്ക് സന്ദേശമാണ്. ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പള്ളിയിൽ വെക്കേണ്ടതല്ല, ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വീടുകളിൽ മാത്രം സൂക്ഷിക്കേണ്ടതല്ല, ഏതെങ്കിലും ഒരു മതത്തിന്റെ, ഏതെങ്കിലും ഒരു ജാതിയിലെ പുരോഹിത വർഗം മാത്രം കൈകാര്യം ചെയ്യേണ്ടതല്ല. ഈ ഒരു സംവാദത്തിനിടെ, കഴിഞ്ഞ ഒരു സംവാദത്തിൽ അപ്പുറത്തിരിക്കുന്ന ക്രിസ്തീയ സഹോദരന്മാരാണ്, ഇപ്പുറത്ത് നിൽക്കുന്ന 1-ാം നമ്പർ 24 പേരുടെ ഖുർആൻ സുന്നികൾ പറഞ്ഞു, ഖുർആൻ നിങ്ങൾ കയ്യിൽ പിടിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രയാസമുണ്ട്, നിങ്ങൾ ഖുർആൻ കയ്യിൽ പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. പരസ്യമായി എന്താ കാര്യം? ഖുർആൻ നിങ്ങൾക്കുള്ളതല്ല, ഖുർആൻ ഞങ്ങൾക്കുള്ളതാണ്. മാപ്പിളാരായ പച്ചക്കുറാബികളായ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കാടന്മാരായ ഞങ്ങൾക്കുള്ളതാണ് ഖുർആൻ, നിങ്ങൾക്കുള്ളതല്ല എന്ന് പരസ്യമായി പറഞ്ഞപ്പോൾ വല്ലാതെ വേദനിച്ചു പോയി. ഏത് ഖുർആൻ വെച്ചാ പറയുന്നത്? ഹുദൽ ലിൽ ആലമീൻ, ലോക ജനതയ്ക്ക് സന്ദേശമായി. ഹുദൽ ലിന്നാസി, ലോക ജനങ്ങൾക്ക് സന്ദേശമായി. എല്ലാം ചുരുക്കി മക്കാം ഇബ്രാഹിം മാപ്പിളാർക്ക്, മക്ക മാപ്പിളാർക്ക്, മദീന മാപ്പിളാർക്ക്, അല്ലെ ഖുർആൻ മാപ്പിളാർക്ക്, അല്ലെ പള്ളി മാപ്പിളാർക്ക് അഭിപ്രായം എടുത്തോളി, അത് നിങ്ങളൊക്കെ എടുത്തോളി. മക്ക ഞാൻ ആ ഭാഗത്ത് ചർച്ച പോയാൽ കുറെ പറയേണ്ടി വരും.
അപ്പോൾ കുലു നിങ്ങൾ തിന്നുക, വശ്രബു നിങ്ങൾ കുടിക്കുക, ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈതുൽ അബിയദ് മിനൽ ഖൈതിൽ അസ്വദി മിനൽ ഫജ്ർ. ഇതാ നിലവിലുള്ള അർത്ഥം. പ്രഭാതത്തിൽ രാവും പകലും കറുത്ത നൂലും വെളുത്ത നൂലും വ്യക്തമാകുന്നത് വരെ നിങ്ങൾ തിന്നോളൂ എന്നാണ് കൽപ്പനയുടെ സ്വഭാവം എന്നൊരു കൽപ്പനയുടെ സ്വഭാവം നിർബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് നിങ്ങൾ ചെയ്യണം എന്നതൊരു കൽപ്പനയാണെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന നിർബന്ധത്തെ സൂചിപ്പിക്കും. അപ്പൊ എന്ത് വേണം? രാത്രി തീരെ ഉറങ്ങരുത്, പിന്നെ തിന്നല്ല, കുടിക്കരുത്. ഏതുവരെ വെള്ള നൂല് വ്യക്തമാകണം, മിനൽ ഖൈതിൽ അസ്വദ് കറുത്ത നൂലിൽ നിന്ന്. ഏതോ ഒരു വലിയ കാലിന്റെ മേലെ നൂല് കെട്ടിപ്പോയത് കിതാബിലുള്ളതാണ്. കാലിന്റെ മേലെ ഒരാളല്ല, 2-3-4 ആളുകൾ കാലിന്റെ മേലെ വെള്ള നൂല് കെട്ടി. എന്നിട്ട് ഇങ്ങനെ നടക്കുമ്പോ കാലിലേക്ക് നോക്കുകയാണ്. ഈ വെള്ള നൂല് കറുത്തതായിട്ട് തിരിച്ചറിയാം, വെളുത്തതായിട്ട് തിരിച്ചറിയോ? ഓനെ വിട്ടീന്ന് വിളിച്ച അപ്പുറത്തോ അല്ല, നല്ല അടിയെടുക്കും. വടുകുട്ടീന്ന് വിളിച്ചാലേ വീഴുള്ളൂ. കാലിന് മേലെ നൂല് കെട്ടി നടക്കും. ഇത്തരത്തോളം വിവരം കെട്ടവരായിരുന്നാണ്. എന്താ ഹൈത്ത്, എന്താ നബിയത്? എന്തിനാണ് ഇവിടെ വെള്ളയോടും കറുപ്പിനോടും ഉപമിച്ചത്? ഒരു നിങ്ങൾ ആസ്വദിക്കണം. നമ്മൾ സാധാരണ തീറ്റയെ കുറിച്ച് അതൊന്നും ഖുർആൻ ചർച്ച ചെയ്യേണ്ടതല്ല. എന്താ നാം തിന്നേണ്ടത്, എന്ത് തിന്നാനാണ് കൽപ്പന? ഒന്ന് ആലോചിച്ചു. ആ പട്ടിക നിർത്തി നോക്കൂ നിങ്ങൾ. ആ പട്ടിക പറയുമ്പോൾ നല്ല രസമുണ്ട്. നമുക്ക് നമ്മുടെ മാപ്പിളാർക്ക്, നമ്മുടെ സമുദായത്തിന് തിന്ന് പരിചയമുള്ള ഏതാണ്? ബീഫ്, പോത്ത്, തിന്ന് പോത്തായി, മറ്റേ ആട്, കോഴി, പെരിച്ചാഴിനെ തിന്നോ? തിന്നൂല. എന്നാ തിന്നാം. നാളിനെ തിന്നോ? തിന്നുന്നില്ല. സാധാരണ ഇവിടെ തിന്നാം. മാലിക്കി മദ്ഹബ് നല്ലൊരു മദ്ഹബല്ലേ? 4 മദ്ഹബ് ഇന്ന് ലോകത്തുള്ളൂ. ആ 4 മദ്ഹബിൽ ഒന്നാണ് മാലിക്കി മദ്ഹബ്. നായിനെ തിന്നാം, പെരിച്ചാഴിനെ തിന്നാം. അതൊക്കെ കിതാബിൽ, അവരുടെ കിതാബിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. പെരിച്ചാഴി, എലി, വേറെ എന്തൊക്കെ ജനജന്തുക്കളുണ്ടോ അതിനൊക്കെ തിന്നാം. ഹയ്യത്ത്, പാമ്പിനെ തിന്നാം. നമുക്ക് തോന്നുന്നു ഫിലിപ്പീനും അതല്ല, ഫിലിപ്പീനുകൾ മാലിക്കുന്ന ദേവരൊന്നും കേട്ടോ. പക്ഷെ ഫിലിപ്പീനുകൾ പാമ്പിനെ തിന്നുന്നു, ആളിനെയും തിന്നുന്നു. ആളെ മനുഷ്യനെ തിന്നുന്നു. എലിയെ തിന്നാൻ വകുപ്പുണ്ട്, പട്ടിയെ തിന്നാൻ മറ്റേ മാലിക്കുന്ന ദേവിൽ വകുപ്പുണ്ട്. ഇനി മറ്റേ എല്ലാത്തിനെയും തിന്നാം, അങ്ങനെ. പക്ഷെ ഖുർആനികമായിട്ട് എന്താ തിന്നാം? നമുക്ക് മറ്റേ വിഷമം ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യാത്തതിനെ തിന്നാനാണ് ഖുർആനിന്റെ മൊത്തത്തിലുള്ള കൽപ്പന. അത് തിന്നല് മാത്രമല്ല, മറ്റേ ഏത് വിഷയത്തിലാണെങ്കിലും എന്താ പറയുക. അപ്പൊ അതല്ലാതെ നിങ്ങൾ ഇന്നത് തിന്നണം എന്ന് ഖുർആൻ പറഞ്ഞാൽ അതിന്റെ പട്ടിക പൂർത്തിയാവും. ഫാസ്റ്റ് ഫുഡ് കാലാണ് അല്ലേ? ഖുർആനിന്റെ അവതരണം കഴിഞ്ഞ് മറ്റേ 1000കണക്കിന് വർഷം കഴിഞ്ഞിട്ടും കണ്ടുപിടിക്കാത്ത, ഇന്നലകളിൽ കണ്ടുപിടിച്ച, നാളെ കണ്ടുപിടിക്കാൻ പോകുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇതിനൊക്കെ കുറിച്ചൊക്കെ ഒന്ന് തപ്പിയാൽ ഖുർആനിൽ കിട്ടുമോ? ഇത് തിന്നാൻ പറ്റുമോ? മറിച്ച് സൂറത്തിൽ ബഖറ 10 കിട്ടുമോ? ഇത് തിന്നാൻ പറ്റുമോ? ബുഖാരി, മുസ്ലിമും സിഹാഹുസും മൊത്തം എടുത്തു കൊടുത്താൽ കിട്ടുമോ? കിട്ടൂല. പിന്നെന്താണ് എവിടെയാ കിട്ടുന്നത്? അതിനാണ് ഈ സാധനം പടച്ചോൻ തന്നത്. ആർക്ക്? മനുഷ്യർക്ക്. മൊയ്യന്മാർക്കില്ലെങ്കിൽ അവർ പോയി പണയോ കിട്ടും. ഇത്രേ ഉള്ളൂ മനസ്സിലാക്കാൻ. അള്ളാഹു അവന്റെ അടിമകൾക്ക്, മനുഷ്യർക്ക് ബുദ്ധി തന്നത് അതാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അഫലാത്തദക്കറൂൻ, തഅഖിലൂൻ, തതഫക്കറൂൻ, തദബ്ബറൂൻ, വ്യത്യസ്ത ശൈലികളിൽ. ഏത് വസ്ത്രം ധരിക്കേണ്ടത്? എല്ലാവരും പർദ്ദ ധരിക്കാൻ പറഞ്ഞു. പർദ്ദ ആദ്യമായി നമ്മുടെ കേരളത്തിൽ കാസർഗോഡിലേതാണ്. അതുകൊണ്ട് തന്നെ അവർ കണ്ടുപിടിക്കാൻ, വെടിയിക്കാൻ സിനിമ അതുകൊണ്ട് തന്നെ പോയി. ആദ്യം ഫാഷൻ എന്ന് നിൽക്കാൻ പോയത്, പിന്നെ ദീനായി അല്ലേ, പിന്നെ മതമായി, പിന്നെ നിർബന്ധമായി, ഫർദായി. ഇപ്പൊ അവിടെ വലിയ ചർച്ചയില്ലേ ഫർദ. ഇങ്ങനെ മൊത്തത്തിൽ റൂട്ട് മാറി സഞ്ചരിക്കാൻ മാന്യമായ വസ്ത്രം, ആണായാലും സ്ത്രീ, പുരുഷനായാലും സ്ത്രീയായാലും മാന്യമായ വസ്ത്രം, ഇത്രേ വേണ്ടതുള്ളൂ. ഇപ്പൊ വിവാഹപ്രായം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് കാണാൻ പറ്റുമെന്ന് കേൾക്കുമ്പോഴേക്ക് കയറുന്ന തരത്തിലുണ്ടാവും. 18 വയസ്സായ മതി ഒരു പെണ്ണിനെ കെട്ടിക്കാൻ. 18 വയസ്സായ മതി പക്വത വേണം. അത് ഏത് പക്വത? ശാരീരികമായ പക്വതയും വേണം, മാനസികമായ പക്വതയും വേണം. മാനസികമായ പക്വത ഇല്ലെങ്കിൽ 18 150 വയസ്സായാലും കെട്ടിക്കാൻ പറ്റും. പറ്റൂല. ശരീരം കൂടിയതുകൊണ്ട് മാത്രം കെട്ടിക്കാൻ പറ്റുമോ? ഇല്ല. പ്രായമായി എന്നുകൊണ്ട് മാത്രം രണ്ടും പറ്റൂല. വെറുതെ ബഹനുണ്ടാക്കണം. ഞങ്ങൾ വേണ്ടി എന്ന് അറിയിക്കാൻ ബഹനുണ്ടാക്കണം. അങ്ങനെ കുറച്ചു എത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കൃത്യമായി പറയുന്നു, ദൈവത്തിന്റെ മോചനം, ദൈവത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ തീരെ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ അല്ല, തീരെ നിങ്ങൾ പട്ടിണി കിടക്കണ്ട. ഞാൻ കിടക്കുമെങ്കിലോ ഒരു കുഴപ്പമില്ല, കിടന്നോളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മനസ്സിലായോ? ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തുണ്ടാവരുത്, ഖുർആനിൽ ഇങ്ങനെ പട്ടിണി കിടക്കാൻ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തുള്ള ആളുകൾ മുഴുവൻ പട്ടിണി കിടന്നിട്ട് പടച്ചോൻ ഒന്നും ഉണ്ടാക്കാൻ പോണില്ല. ലോകത്തുള്ള ആളുകൾ മുഴുവനും പട്ടിണി കിടക്കാതെ ഞങ്ങൾ ആരും പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോൻ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് താഴോട്ട് ഇറങ്ങില്ല. അതാ പറഞ്ഞത് ഒരു സ്ഥലത്ത്, വമൻ കഫറ, ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നിഷേധിക്കാനാണ് ആരെങ്കിലും ഭാവമെങ്കിൽ ഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, നിഷേധിക്കുന്നവർക്കാണ് നാശം, പടച്ചവർക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മളെല്ലാവരും നോമ്പ് നോക്കാൻ, മൗലവി പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ പടച്ചവൻ വണ്ണം വെക്കൂല. നമ്മളെല്ലാവരും നോമ്പ് നോക്കാതിരുന്നാൽ നോമ്പ് നോക്കാൻ വണ്ണം വെക്കൂല. നമ്മളെല്ലാവരും നോമ്പ് നോക്കാതിരുന്നാലോ പടച്ചവൻ മെലിഞ്ഞു പോകില്ല. ആ പേടിയൊന്നും ആർക്കും വേണ്ട. കുലു എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആസ്വദിക്കുക, ഇഷ്ടാനുസരണം നിങ്ങൾ ഭുജിക്കുക. എന്തിൽ നിന്ന്? എന്തിനാ ഭുജിക്കേണ്ടത്? ഇവിടെ പറഞ്ഞുവല്ലോ, തൊട്ടു മുന്നിൽ 3 കാര്യം പറഞ്ഞു. ഹുദയായിട്ട്, ഫുർഖാനായിട്ട്, ബയ്യിനാത്തും മിനൽ ഹുദായായിട്ട്. സന്മാർഗത്തിന്റെ സത്യാസത്യ വിവേചനം, സന്മാർഗം, സന്മാർഗത്തിന്റെ വ്യക്തതകൾ, ഇതൊക്കെ ഇവിടെ ഉണ്ട്. എന്നിട്ട് പറയണം, കുലു, നിങ്ങൾ ആസ്വദിക്കുക, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം. ഏതുവരെ? യതബയ്യനലക്കും, നിങ്ങൾക്ക് ബോധ്യമാകുന്നത് വരെ. എന്ത്? അൽ ഖൈത്തുൽ അബിയദ്, വെള്ളനൂല് അഥവാ വെളിച്ചം അഥവാ വിവരം, മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ, വെളുത്ത നൂലും കറുത്ത നൂലും, ഇരുളും വെളിച്ചവും